പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവങ്ങൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പൗർഷൻ ടി വിയിലൂടെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത് പകലിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ സർവകൃപാലുവായ കർത്താവ് നമുക്ക് അവസരം നൽകിത്തരികയുണ്ടായി. ഇന്ന് പകൽ ഈ മീറ്റിങ്ങിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ വിജയകുമാർ അവர்கள் മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പൗർഷൻ കൊയർ ടീം, ജോമറ്റ് ഉൾപ്പെടെയുള്ള സഹോദരന്മാർ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സാർമാർ, കുഞ്ഞുങ്ങൾ, ലോകമെമ്പാടും ഈ ഉപവാസ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടിയാണ് നാം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത്. വിജയകുമാർ പാസ്റ്ററിലൂടെ നല്ലൊരു സന്ദേശം ഇന്ന് പകൽ കർത്താവ് നമുക്ക് നൽകിത്തരികയാണ്. ദൈവത്തിൻ്റെ മനസ്സലിവ്. മനുഷ്യൻ പലപ്പോഴും പല കാര്യങ്ങളിലും മനസ്സലിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽ നമ്മളോട് ആവർത്തിച്ചിടപെടിയുണ്ടായി. ആരും മനസ്സലിഞ്ഞില്ലെങ്കിലും കർത്താവ് ഇന്ന് പകൽ നമ്മളോട് മനസ്സലിയുന്ന പകലാണ്. ചുടമനഹതരകൾ. എത്ര പേർക്ക് ഇന്ന് പകൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി ഇന്ന് പകലത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിനോട് മനസ്സലിയുന്ന കർത്താവാണ്. ആ മെസ്സേജുകൾ നമ്മളെ വളരെ ധൈര്യപ്പെടുത്തുകയുണ്ടായി. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവസഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായൊരു ദൂത് നൽകി തന്ന എന്നെ ഇവിടെ അയച്ചത്. ഇവിടുത്തെ മീറ്റിങ്ങിനെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ശക്തമായ ഒരു ആലോചന കർത്താവ് നൽകി തരികയുണ്ടായി. അത് നിങ്ങളിലേക്കൊന്ന് കൈമാറുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നോട് കർത്താവ് പറഞ്ഞത്, ഇന്ന് പകൽ ചില കുടുംബങ്ങളുടെ വിടുതലിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു പോയി, ഇന്ന് വിടുതലിൻ്റെ സമയമാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്ന് വിടുതലിൻ്റെ സമയമാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വാക്യങ്ങൾ നൽകി തരണം, ആലോചന കർത്താവ് നൽകി തരണം. അപ്പോൾ പരിശുദ്ധാത്മാവ് വാക്യങ്ങൾ നൽകി. വാക്യങ്ങൾ നൽകിയപ്പോൾ എനിക്ക് ബോധ്യമായി, ജനത്തിന് ഇന്നാണ് വിടുതലിൻ്റെ ദിവസം. ചില കുടുംബങ്ങൾക്ക് അടുത്ത മെസ്സേജിലും വിടുതൽ വ്യാപരിക്കും. ഈ ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഓരോ മെസ്സേജിനും വിടുതൽ വ്യാപരിക്കും. ഇന്നലെ ഞാൻ ഒക്കെ നടന്നതിൽ. എന്നാൽ ഇന്ന് പകൽ കർത്താവിനോട് പറഞ്ഞു, ഈ സമയത്ത് ഞാൻ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുക. വാക്യങ്ങളിലേക്ക് വരുന്നു. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു വേദഭാഗമാണ്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. നമ്മുടെ കണ്ണുകളെ അടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് എൻ്റെ സമയമായി മാറണം, എൻ്റെ കുടുംബത്തിൻ്റെ സമയമായി മാറണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ സമയമായി മാറണം. എല്ലാവരും അല്പനിമിഷ കരമുയർത്തി പ്രാർത്ഥിച്ചോ. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളോട് ഇന്ന് പകൽ കർത്താവ് കരുണ കാണിക്കണമേ. ദൃശ്യമണ്ഡലത്തിലും അദൃശ്യമണ്ഡലത്തിലും ഞങ്ങൾക്ക് വിരോധമായി, ഞങ്ങളുടെ കുടുംബത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന പോരാട്ടങ്ങളുടെ മേൽ കർത്താവ് ഞങ്ങൾക്ക് ജയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ വാതിൽ തുറക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഈ സംഭവ ചരിത്ര പശ്ചാത്തലം എല്ലാ ദൈവമക്കളെ സംബന്ധിച്ചോളം, ക്രൈസ്തവരെ സംബന്ധിച്ചോളം വളരെ സുപരിചിതമായ വേദഭാഗങ്ങളാണ്. എസ്തേറിനെ കുറിച്ചും മൊർദെഖായിയെക്കുറിച്ചും ഹാമാനെക്കുറിച്ചും അഹശ്വേരോശ് രാജാവിനെ കുറിച്ചും ശൂശം രാജധാനിയെക്കുറിച്ചും ഒക്കെ ക്രൈസ്തവരെ സംബന്ധിച്ചോളം വളരെ സുപരിചിതമായ ഭാഗങ്ങളാണ്, അധ്യായങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ്, എൻ്റെ അന്തരാത്മാവ് നൽകി തന്നത്, ഈ സമയത്ത് മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരുന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും, യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥാനത്തു നിന്ന് രക്ഷയുണ്ടാകും. അപ്പോൾ മൊർദെഖായി ഈ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുമ്പോൾ, നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, നീ ഒരു അധികാരത്തിൽ എത്തിയിരിക്കുന്നത് ജനത്തിൻ്റെ
വിടുതലിന് വേണ്ടിയാണ്. അതുകൊണ്ട് നീ ഈ സമയത്ത് മൗനമായിട്ടിരിക്കരുത്. അപ്പോൾ തന്നെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അവരുടെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി അവർ സമയം വേർതിരിക്കുകയാണ്. ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിക്കുവാൻ, ഞാനും ഉപവാസമെടുക്കാം എന്ന് പറയുന്നു. നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുക്കൽ ചെല്ലും, ഞാൻ രാജാവിനോട് സംസാരിക്കും. ചരിത്ര പശ്ചാത്തലം ഒരു ക്രൈസ്തവരെ സംബന്ധിച്ചോളം നന്നായിട്ട് പരിചയമുണ്ട്. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും പ്രസക്തമായ വിഷയം, മൊർദെഖായിക്ക് തനതായ ഒരു ആരാധനയുണ്ട്. യഹൂദ വംശജരായതുകൊണ്ട്, ദൈവത്തെ ആരാധിക്കുന്നവർ ആയതുകൊണ്ട് അവർക്ക് തനതായ വേർപാടുണ്ട്. അവരുടെ ഭക്ഷണ രീതി, അവരുടെ നടപ്പ്, അവരുടെ വസ്ത്രധാരണങ്ങൾ, അവരുടെ ജീവിതശൈലിയെല്ലാം മറ്റുള്ള ആളുകളെ പോലെയല്ല. അവർക്ക് വ്യത്യസ്തമായൊരു രീതി അവർക്കുണ്ട്. അവർ എല്ലായിടത്തും കുമ്പിടാൻ പോകത്തില്ല, അവർ എല്ലായിടത്തും നമസ്കരിക്കാൻ പോകത്തില്ല. അവർക്ക് തനതായ ജീവനുള്ള ദൈവത്തെ അവർ ആരാധിച്ചു വന്നവരാണ്. അങ്ങനെ ആരാധനയുടെ പശ്ചാത്തലം അവർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരാധനയുടെ പശ്ചാത്തലമുള്ള ശക്തമായ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഈ യഹൂദ ജനത്തിന് വിരോധമായി ഹാമാൻ ഇപ്പോൾ രംഗത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹാമാന്റെ ആഗ്രഹം, എല്ലാവരും നമസ്കരിക്കുമ്പോൾ ഹാമാനെ ഈ ആരാധനയുള്ള പ്രമാണമുള്ള ജനം കൂടെ മുട്ടുകുത്തി അവനെ നമസ്കരിക്കണം. പക്ഷേ മൊർദെഖായിയുടെ അകത്തൊരു തീരുമാനമുണ്ട്. ആമേൻ സ്തോത്രം. ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു വരുന്നയാളാ. എല്ലാവരും പറയുന്നിടത്ത് നിൽക്കാനോ എല്ലാവരും പറയുന്നത് ചെയ്യാനോ ഉള്ള ആളല്ല ഞാൻ. എനിക്ക് ദൈവം വേർപാട് തന്നിട്ടുണ്ട്. എനിക്ക് ദൈവം വേർപാട് തന്നിരിക്കുന്നുണ്ട്. ഹാമാനെ, നീ എത്ര കരുത്തനാണെങ്കിലും, നിനക്ക് എത്ര സ്ഥാനക്കയറ്റം കിട്ടിയാലും, എൻ്റെ ജനം ഈ സമയത്ത് മിണ്ടാതിരിക്കുന്ന ജനമല്ല. എൻ്റെ ജനം നിന്നോടല്ല പ്രതികരിക്കുന്നത്, എൻ്റെ ജനം യഹോവയോട് സംസാരിക്കുന്ന ജനമാണ്. അഭിഷേകത്തിന്റെ ശക്തി അകത്തുള്ള ദൈവമക്കളെ, ഇന്ന് പകൽ നിങ്ങൾ മറ്റുള്ളവരോടല്ല പ്രതികരിക്കേണ്ടത്. നീ ഒരു ഉപവാസം എടുത്താൽ, നീ ഒരു പ്രാർത്ഥനയ്ക്കിരുന്നാൽ, നീ ഭക്ഷണം കഴിക്കാതിരുന്നാൽ, ലോകത്തിലെ ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ച് ഒതുക്കാൻ ശ്രമിക്കുന്നെങ്കിലും, ഉപവാസമെടുക്കുന്ന മൊർദെഖായി രാജാവിന്റെ പടിപ്പുരവാതിൽക്കൽ രട്ടിലും വെണ്ണീറിലും മൊർദെഖായി ഇരിക്കുകയാണ്. ഒരു ഭാഗത്ത് കഴുകുമരത്തിന്റെ പണികൾ ദ്രുതഗതിയിൽ നടക്കുന്നു. ആശാരികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കഴുകുമരത്തിന്റെ പണികൾ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആർക്ക് വേണ്ടിയുള്ള കഴുകുമരമാണ്? ഇത് അഭിഷേകമുള്ളവന് വേണ്ടിയുള്ള കഴുകുമരമാണ്. ഇത് വേർപാടുള്ളവന് വേണ്ടിയുള്ള കഴുകുമരമാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വർഗം വിളിച്ചു പറയുകയാണ്, വേർപാടുള്ള ദൈവത്തിലെ, ആരാധനയുള്ള ദൈവത്തിലെ, സ്തുതിക്കുന്ന ദൈവത്തിലെ, ഇന്ന് പകൽ നിന്റെ സമയമായത്. നിങ്ങളുടെ കുടുംബത്തിന്റെ സമയമാണ്. എന്നോട് കഴിഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാ പറഞ്ഞു പോയി, ചില കുടുംബങ്ങൾക്ക് വിരോധമായി, ചില ശരീരങ്ങൾക്ക് വിരോധമായി, ചിലരുടെ തലമുറകൾക്ക് വിരോധമായി, ആമേൻ സ്തോത്ര, ആളുകൾ നോക്കി നിന്ന് രഹസ്യമായി പദ്ധതിയിട്ടതാ. ഇത് ഇന്ന് തുടങ്ങിയതല്ല കേട്ടോ, ഇത് ചില നാളുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മ വിളിച്ചു പറയാണ്, നാളുകൾക്ക് മുൻപ് നിന്റെ ആരാധനയ്ക്കെതിരായി, ഹല്ലേലൂയ ഹല്ലേലൂയ, നീ വളർത്തിക്കൊണ്ടുവരുന്ന തലമുറയ്ക്ക് വിരോധമായി, ഹല്ലേലൂയ, നിന്റെ തലമുറയുടെ ഉന്നതിക്ക് വിരോധമായി ഒന്നടങ്കം നശിപ്പിക്കാൻ പദ്ധതിയിട്ട പൈശാചിക ശക്തി എവിടുന്ന് വെളിപ്പെട്ടു വന്നോ, ഏത് കുടുംബത്തിൽ നിന്ന് വെളിപ്പെട്ടോ, അതിനെ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത് പകലിൽ സ്വർഗ്ഗം തിരിച്ചയക്കുന്ന പകലായിട്ട് അത്ഭുത വിടുതൽ ഇന്ന് പകൽ ആത്മാവിൽ ദർശിക്കുന്നു. ചില കെട്ടുകൾ ഇന്ന് പകൽ അഴിയപ്പെടുകയാണ്. കടും കെട്ടുകളുടെ മേൽ ഈ പകൽ ജയം തരുന്ന കർത്താവ്, ആർക്കും അഴിപ്പാൻ കഴിയാത്ത വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുക. അഞ്ചൽക്കാർ വശം എല്ലാ സ്ഥലത്തും എഴുത്തു കൊടുത്തു വിട്ടു. വിസ്താര ഭയത്താൻ ഞാൻ വിടുക കേട്ടോ. എഴുത്തൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. രഹസ്യമായ തന്ത്രങ്ങളാണ് ദൈവാത്മാവ് തരുന്നു. നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നീ സ്നേഹിച്ചതും നിന്നെ കരുതുമെന്ന് വിചാരിച്ച ചില സ്ഥലത്തുനിന്ന് വെളിപ്പെട്ട് വന്ന രഹസ്യമായ അജണ്ടകൾ ഇന്ന് പകൽ സ്വർഗം വിടുതൽ വ്യാപരിക്കണം. അഴിയപ്പെടാത്ത കുരുക്കഴിയട്ടെ,
മരണഭീതികൾ മാറട്ടെ. കെട്ടുകൾ ഇന്ന് പകൽ അഴിയപ്പെടട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വിളിച്ചു പറയുന്നു, ഇത് കുറച്ച് ദിവസങ്ങളായി തന്ത്രങ്ങൾ മെനയുക. അതെന്താ അങ്ങനെ? മൊർദെഖായി ശക്തമായ ദൈവത്തെ ആരാധിക്കുക, യഹൂദന്മാർ ദൈവത്തെ ആരാധിക്കുക. ഇതെന്നാ ഈ ജനം ഇങ്ങനെ? ആരാധന തടഞ്ഞാൽ, പ്രാർത്ഥന തടഞ്ഞാൽ, ഉപവാസം തടഞ്ഞാൽ ശേഷം മനുഷ്യനെ പോലെ ആക്കാൻ കഴിയും. എന്നാൽ ഇന്ന് പകൽ പ്രമാണമുള്ള മൊർദെഖായി, ആരാധനയുള്ള മൊർദെഖായി, നീ എത്ര എഴുത്തു കൊടുത്താലും കുടുംബങ്ങൾക്ക് വിരോധമായി എഴുത്തെഴുതാൻ പ്രേരിപ്പിച്ചു, എഴുതിപ്പിച്ചു. ദൂതുകൾ ദൈവാത്മാവ് തരുന്നല്ലോ. നിനക്കെതിരെ എഴുതിയ ചില രേഖ, നിന്റെ ആരാധനയ്ക്കെതിരെ, നീ ഇപ്പോൾ പാർക്കുന്ന സ്ഥലത്ത് നിന്നെ ഇല്ലായ്മയാക്കാൻ നിനക്കെതിരെ എഴുതിയ രേഖ, അഭിഷേകത്തിന്റെ ശക്തിയോടെ ഉള്ളങ്ങളെ ദൈവാത്മാവ് തൊടിയാണ്. പറിച്ചെറിയുമെന്നും ആരാധന നിർത്തുമെന്നും സ്തുതിയുടെ ശബ്ദം ഇല്ലാതാക്കുമെന്നും എഴുതി വെച്ചതാ. എന്നോട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, അധികാരസ്ഥാനത്തുനിന്ന് ആഭിചാരങ്ങൾ ചെയ്ത് നിനക്കെതിരെ എഴുതി വെച്ച രേഖ ഇന്ന് പകൽ, ഈ സമയത്ത് ഞാൻ അത് കരിച്ചു കളയുന്ന ദൈവം. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. എഴുതട്ടെ, അമ്മാമ എഴുതട്ടെ, ആളുകൾ കൂട്ടം കൂടട്ടെ. സംഘടിതമായി കയ്യൂക്കുള്ളവൻ കാര്യക്ക എന്ന് പറയുന്ന പോലെ സംഘടിതമായി നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ വീട്ടിലെ ആൾനാശം കാണാൻ, നിന്റെ കുടുംബത്തെ ചിലതിനെ കഴുകുമരത്തിൽ തൂക്കാൻ മരണഭീതിയിട്ട വ്യാപാരങ്ങൾ ഈ പകൽ, ഈ സമയത്തെ ആരാധനയിൽ കർത്താവ് ഇന്ന് പോലെ അഴിച്ചുവിടുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. അദ്വരകേത വൈഡകരച്ച അതുരച്ചുട്ട മർമ്മരവേദി വൈഡകരച്ച യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് വിടുതൽ വ്യാപരിക്കട്ടെ. അപ്പം കാര്യങ്ങൾ കൈവിട്ടു പോയതുപോലെ തോന്നിയല്ലോ. കാര്യങ്ങൾ കൈവിട്ടു പോയി. ഞങ്ങളുടെ പിടിയിൽ നിന്ന് കാര്യം പോയി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യം പോയി. മൊർദെഖായി പറയുന്നു, കുഞ്ഞെ, ഇനി നീ മിണ്ടാതിരിക്കരുത്. രക്തം ചെയ്യും. എസ്തറേ, നീ മിണ്ടാതിരിക്കരുത്. ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. ഈ സമയത്ത് സ്തുതിക്കാതിരിക്കരുത്. ഈ സമയത്ത് ആരാധിക്കാതിരിക്കരുത്. ഈ സമയത്ത് ഉപവാസം നഷ്ടപ്പെടുത്തരുത്. ഈ സമയത്ത് വേർപാട് നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. വേർപാടിനെ ചോദ്യം ചെല്ലുന്നു, ആരാധനയെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ എഴുത്തുകൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. അഞ്ചൽക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ എഴുത്തു കൊടുക്കണം. ഇന്ന് പകൽ ഒരു ദൂതൂടെ പറയാണ്, നിനക്കെതിരെ രഹസ്യമായി എഴുത്തു കൊടുത്തു വിട്ടിട്ട് ആ എഴുത്ത് പരസ്യമായിട്ട് വായിച്ച് പരസ്യമായിട്ട് അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. രഹസ്യമായിട്ട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. പരസ്യമായി നിന്നെ അപമാനിക്കാൻ ശ്രമിച്ച സ്ഥലത്ത് ഇന്ന് പകൽ ദൈവം വിളിച്ചു പറയാണ്, ചിലതിനെ നിനക്കെതിരെ വന്ന ചില വാളുകളെ ഞാൻ തിരിച്ചയക്കുന്ന പകല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണാൻ തയ്യാറാകട്ടെ. വാളോങ്ങി, ആയുധം ഓങ്ങി നിൽക്കുക. ഇനിയും ഒരു മർമ്മം കൂടെ പരിശുദ്ധാത്മാവ് അർപ്പിക്കുന്നുണ്ട്. ഈ മതശരീരം ആ കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നോക്കി നിൽക്കുക. ഇന്നലെ തുടങ്ങിയതല്ല, കുറച്ച് നാളായി എൻ്റെ ജനത്തിന് വിരോധമായി, അഭിഷിക്തന് വിരോധമായി, ആരാധനയുള്ളവന് വിരോധമായി കുറെ നാളായിട്ട് കൊണ്ട് നടക്കുക കേട്ടോ. ഇന്ന് അവസാനമായി ചില കുടുംബത്തോട് ദൂത് പറയുന്നു, ഇന്ന് ഈ സമയത്ത് നിന്റെ കുടുംബത്തിന് വിരോധമായി വെളിപ്പെട്ടു വന്ന ശക്തിയോട് എൻ്റെ യേശു ഈ പകൽ പ്രതികരിക്കുക. ഈ സമയത്ത് അവൻ പ്രതികരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൊർദെഖായി
ആളുകൾ നോക്കിയിട്ട് വഴിയോടെ പോകുന്നവരെല്ലാം രാജാവിൻ്റെ പടിപ്പുറവാത് കിടക്കുന്നത്. ഇതെന്നാ ഇവിടെ കിടക്കുന്നത്? ഇതെന്നാ ഇങ്ങനെ ചാക്കുശീലിയൊക്കെ എടുത്ത് ചാരത്തിനകത്തിരുന്ന് ഇതെന്താ ഇങ്ങനെ? ഇപ്പം ഇങ്ങനെ ഞാൻ ഏറ്റവും താഴ്ന്നു, ഇപ്പം ഇങ്ങനെ രക്തം ചെയ്യും. എഴുത്തു കൊടുത്തില്ലേ? കരുക്കളൊക്കെ നീക്കിയില്ലേ? പരാജയപ്പെടുന്നത് കാണാൻ ആഗ്രഹിച്ചില്ലേ? കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്തോട്ട് മൊർദെഖായി നോക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്തോട്ട് മൊർദെഖായി നോക്കുന്നുണ്ട്. നിങ്ങളെ നോക്കിയപ്പോൾ മൊർദെഖായി അറിയാം, പണ്ട് പ്രൈസ് ദി ലോർഡ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നൊരു കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ് ആരാധനയുള്ള ജനത്തിൻ്റെ തലമുറയ്ക്കെതിരെ എപ്പോഴും ദൃഷ്ടിയിടുന്ന ഒരു പൈശാചിക പോരാട്ടം. ഒരു സ്തോത്രം പറഞ്ഞു. മോശയുടെ കാലത്ത് ഇതുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ് മൊർദെഖായിയുടെ കാലത്തും ഇതുണ്ട് കേട്ടോ. ഒരു സ്തോത്രം. എലീശയുടെ കാലത്തും ഇത് തന്നെ ഉണ്ട്. സ്തോത്രം. യേശുവിൻ്റെ കാലത്തും കുഞ്ഞുങ്ങളെ വധിക്കുന്ന ഒരു പൈശാചിക പോരാട്ടമുണ്ട്. ഇന്ന് പകൽ അഭിഷേകം പ്രാപിച്ചവരോട് ആത്മാവിൽ ദൈവം വിളിച്ചു പറയാണ്, നിന്റെ തലമുറയ്ക്കെതിരെ വിധി പറഞ്ഞ ചില അന്ധകാര ശക്തിയോട് ഈ സമയത്ത് സ്വർഗം ഇടപെടുക. എല്ലാവരോടും എഴുതി വെച്ചിരിക്കുന്നത് ഈ അമ്മാമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചും ആരാധിച്ചും ഈ അച്ഛനും അമ്മാമ്മയും തീരുവെന്ന ആൾ വിചാരിക്കുന്നത്. പ്രൈസ് കുടുംബത്തിന് വിടുതൽ കാണത്തില്ലെന്ന്. പക്ഷെ ഈ സമയത്ത് പരിശുദ്ധാത്മ പറയുന്നു, അമ്മാമ്മ വിഷമിക്കണ്ട കേട്ടോ, അച്ഛാ വിഷമിക്കണ്ട. ഹല്ലേലൂയ. ഇപ്പം ചിലപ്പോൾ ആളുകൾ നോക്കിയിട്ട് ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ നോക്കി അവർ വിലയിരുത്തും. ഇപ്പോൾ നിങ്ങൾ ഒതുങ്ങിയിരിക്കുന്നത് കണ്ട് ആളുകൾ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ആര് വിലയിരുത്തിയാലും ദൈവം ഇടപെടാനുള്ള സമയമെടുക്കുക. വിലയിരുത്തുന്നവൻ വിലയിരുത്തട്ടെ, പറയുന്നവൻ പറയട്ടെ. നിന്റെ പ്രവർത്തനത്തോടും നിന്റെ ശുശ്രൂഷയോടും നിന്റെ ആരാധനയോടും നിന്റെ ഉപവാസത്തോടും ആ പോരാട്ടമുള്ളത്. രക്തത്താൽ ജയം. ഇത് നിർത്തിയാൽ നിന്നെ തോൽപ്പിക്കാൻ കഴിയും. പക്ഷെ എസ്തേറും മൊർദെഖായും ജനം മുഴുവൻ ഭക്ഷണം കഴിക്കാത്ത, വെള്ളം കുടിക്കാത്തൊരു വാസം. ഈ വെള്ളം കുടിക്കാതിരിക്കുന്ന ഉപവാസം എന്ന് പറയുന്നത് സാധാരണ ഉപവാസമല്ല. ഞാൻ വെള്ളം കുടിക്കാതെ ഉപവസിക്കാറുണ്ട്, വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കാറുണ്ട്. ആ ഉപവാസപ്രാർത്ഥന പറഞ്ഞാൽ വെള്ളം കുടിക്കാതെ ഇരിക്കുമ്പം തലയ്ക്ക് കയറി പിടിക്കും, ഒരു രക്ഷയില്ല, അങ്ങനെ വരും. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞില്ല. വെള്ളം കുടിക്കാത്ത ഉപവാസം ഭയങ്കരമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മ അർപ്പിക്കുന്നു. ഈ സമയത്ത് നീ വെള്ളം കുടിക്കാതിരുന്നില്ലേ? രക്തം ചെയ്യും. ഉപവാസം എടുത്തില്ലേ? ആഹാരം പിടിഞ്ഞില്ലേ? നിന്റെ കുടുംബത്തിന് വേണ്ടി ചില മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. ആരോടൊക്കെ ദൈവം വിളിച്ചു പറയുന്നു, ദൈവമക്കളെ, അധികാരമുള്ളവൻ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി, അധികാരമുള്ളവൻ സംഘടിതമായി ഒറ്റക്കെട്ടായിരിക്കുക. ഒന്നുകൂടെ പറയാം, അധികാരമുള്ളവര് സംഘടിതമായി ഒറ്റക്കെട്ടായി അവൻ സ്വതം നിനക്കെതിരെ നിൽക്കുക. ഓ രക്തത്താഴ്ചയം. പക്ഷേ നിന്റെ കൂടെ അധികം പേരില്ലെങ്കിലും ഇന്ന് പകൽ പറയണം, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് പകൽ ആത്മദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എൻ്റെ വിജയം ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ ഉള്ളതല്ല. എൻ്റെ വിജയം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഹദരമനഗടക ശബ്ദനാദിരാജന. ദാവീദിന്റെ ആഗ്രഹം ഇസ്രായേലിൽ ഒരു ദാവീദ് ഉണ്ടെന്ന് അറിയണമെന്നല്ല. ഇസ്രായേലിൽ മല്ലനായ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തിയ ഒരു ദാവീദ് ഉണ്ടെന്നല്ല. ഇസ്രായേലിൽ ജീവനുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥന 9-ാമത് പകലിൽ നിങ്ങളുടെ വീട്ടിനകത്ത് ജീവനുള്ള ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഈ സമയത്ത് ഉടമന ഹദര പ്രബലഘടകസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഘടിതമായി നിനക്കെതിരെ വിരച്ചൂണ്ടിയ വിഷയത്തോട് ഇന്ന് കർത്താവ് പ്രതികരിക്കുക. കുഞ്ഞ് സംഘടിതമായിട്ടോ. അമ്മമ്മ ഇന്ന് പലതും വിശ്വസിക്കാമോ? 1-2 പേരൊന്നും അല്ലെന്നേ, സംഘടിതമായിട്ടൊരു വലിയ സൈന്യം നിന്റെ കുടുംബത്തിനെതിരെ ഇന്ന് പോലെ വിരച്ചൂണ്ടിയ, നിന്റെ ശരീരത്തിനെതിരെ വിരച്ചൂണ്ടിയ, നിന്റെ വളർത്തുന്ന തലമുറയ്ക്കെതിരെ, ആരാധനയ്ക്കെതിരെ വിരച്ചൂണ്ടിയാണ്.
അഭിഷേകത്തിന്റെ വ്യാപാര ശക്തിയോടെ ഇന്ന് ദൈവം നടപടിയാണ്. ആ കെട്ടുകൾ ഈ അഴിയപ്പെടുക. എവിടുന്ന് കെട്ടിയോ ആ കെട്ട് അഴിയപ്പെടുക. അഭിഷേകം പ്രാപിച്ച ഒരു ആത്മാവിൽ പറ, ഇന്ന് പകൽ എന്റെ വിടുതലിന്റെ പകല. എത്ര പേർക്ക് രണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് ഇന്ന് വന്ന ആത്മാവിൽ പറയാൻ കഴിയും, ഇത് എന്റെ വിടുതലിന്റെ സമയമാണ്. അമ്മമ്മ കുഞ്ഞിന്റെ ജോലിയെ കിട്ടി, നിങ്ങളുടെ വാഹനത്തെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ സാമ്പത്തിക നന്മകളെ കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് പകൽ സ്വർഗം അഴിച്ചുപിടിയ. അത്ഭുത വിടുതൽ ഞാൻ ആത്മാവിൽ കാണുന്നു. അത്ഭുത വിടുതൽ ഞാൻ ആത്മാവിൽ കാണുകയാണ്. മരണഭീതി നീങ്ങിയാണ്. മരണഭീതി നീങ്ങിയാണ്. മരണഭീതി നീങ്ങിയാണ്. കുഞ്ഞിനെ അലട്ടിയ രോഗത്തിന് മേൽ ഈ പല സൗഖ്യം വ്യാപരിക്കുക. ആളുകൾ ഓർത്തത് ഹോസ്പിറ്റലിൽ നിന്ന് മൃതശരീരമായിട്ട് തിരിച്ചു വരുമെന്ന്. കഴിഞ്ഞ 2 ആഴ്ച നടന്ന സംഭവമാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ചാൻ പെട്ടെന്ന് നിന്ന നിപ്പിൽ ശരീരത്തിന്മേൽ ക്ലേശമായി. ഡോക്ടർമാർ പറഞ്ഞു പോകാറാവുക. വെന്റിലേറ്ററിൽ കയറ്റി. മക്കളും പ്രിയപ്പെട്ടവരും വിളിച്ച് പറഞ്ഞു, പാസ്റ്റേ ഞങ്ങളുടെ പപ്പ ലോകത്ത് മാറ്റപ്പെടുന്നു. പാസ്റ്റർ ഞാൻ മറ്റൊരു രാജ്യത്ത് വേഗത്തിൽ മടങ്ങി വരണം. രക്തം ചെയ്യും. സ്വർഗം പറഞ്ഞു, കുറുംപ്രാവിനെ ഇപ്പോൾ ദുഷ്ടമൃഗത്തിന് വിട്ടുകൊടുക്കത്തില്ല. വൈദ്യശാസ്ത്രത്തിനപ്പുറത്ത് വെന്റിലേറ്ററിൽ കിടന്ന് 3 ദിവസം കഴിയുമ്പോൾ മക്കൾ വന്നിട്ട് 3 ദിവസം കഴിയുമ്പോൾ വെന്റിലേറ്റർ ഇറക്കി മൃതശരീരം അടക്കുമെന്നൊക്കെ ലോകം പറഞ്ഞെങ്കിലും ഇന്നും അദ്ദേഹം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു. ഒരു സ്തോത്രം പറയാമോ? ഈ പകൽ ശരീരത്തോട് പോരാടുന്ന രോഗബന്ധനങ്ങളുടെ മേൽ അവൻ ആശുപത്രി കിടക്കയിൽ നിന്ന് ഇന്ന് പകൽ യേശു എഴുന്നേൽപ്പിക്കുന്ന പകല. ഹല്ലേലൂയ. കൃപ പ്രാപിച്ച മക്കൾ ആത്മാവിൽ പറയാൻ തയ്യാറാകട്ടെ, ഇതെന്റെ വിടുതലിന്റെ പകല. ഹല്ലേലൂയ. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം തരിക. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ 2 കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു വിടുതൽ വെളിപ്പെടണേ. എൻ്റെ ഹൃദയം പിടയുന്നു. ഞങ്ങളെ ഇങ്ങനെ ഞെരുക്കി, ഞങ്ങളുടെ വേദന കാണാൻ, ഞങ്ങളുടെ സങ്കടം കാണാൻ, ഞങ്ങളുടെ ആരാധന നിർത്തുന്നത് കാണാൻ, ഞങ്ങളുടെ പ്രാർത്ഥന നിർത്തുന്നത് കാണാൻ, ഞങ്ങളുടെ വീട്ടിൽ ദൈവമക്കൾ വരുന്നതും പോകുന്നതും ഒക്കെ നിർത്തുന്നത് കാണാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അപ്പാ ഞങ്ങൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് പകൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അങ്ങയുടെ കരം ഇന്ന് പകൽ ഞങ്ങളെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട് അത്ഭുത വിടുതൽ വ്യാപരിക്കും. കെട്ടുകൾ അഴിയപ്പെടും. പിശാചിന്റെ വലിയ ആയുധങ്ങളാണ് കുടുംബങ്ങളിൽ. തലമുറയുടെ ഭാവി നന്മ, അവരുടെ കുടുംബജീവിതം ഒക്കെ തകർത്ത് കളയാൻ സാത്താൻ വാദിക്കും. ഇതെല്ലാം ഒരു ലക്ഷ്യം. ആരാധന നിർത്തണമെങ്കിൽ അതൊക്കെ നടക്കത്തുള്ളൂ. പക്ഷേ അച്ഛനും അമ്മാമ്മ ഇന്ന് പകൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, രക്തം ചെയ്യും, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു പോയി, ഇന്ന് ഈ സമയത്ത് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പരാജയപ്പെടുമെന്ന് എഴുതി വെച്ച് തിരിച്ചു വരത്തിലെന്ന് എഴുതി വെച്ച ചില രേഖകൾ നിനക്ക് അനുകൂലമായി വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിനെതിരെ എഴുതി വെച്ച രേഖ നിനക്ക് അനുകൂലമായി വെളിപ്പെടാൻ പോവുക. എത്ര പേർക്ക് ആത്മാവ് കാണാൻ കഴിയും? ഇത് എന്റെ വിടുതലിന്റെ പകലായത്. ചൂടമ്പാരം വൈദാരാജ വൈഡമനാജ അന്തലഘടക അത്തുരജാര വൈഡക്കമന. അഭിഷേകത്തിന്റെ വ്യാപാര ശക്തിയോടെ ഞങ്ങൾ അന്യഭാഷയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എഴുതി വെച്ച രേഖ എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു പോയല്ലോ. ചില കുടുംബങ്ങൾക്ക് എഴുതി വെച്ചു, മക്കൾക്കെതിരെ എഴുതി വെച്ചു, ജോലിക്കെതിരെ, നന്മയ്ക്കെതിരെ, ഉയർച്ചയ്ക്കെതിരെ, അഭിവൃദ്ധിക്കെതിരെ എഴുതി വെച്ചു. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു, എഴുതി വെച്ച രേഖ നിന്റെ തലമുറയുടെ യാത്രയെ തടഞ്ഞ്, നിന്റെ തലമുറയുടെ ഭാവി നന്മയെ തടഞ്ഞ്, നിന്റെ തലമുറയുടെ ഉയർച്ചയെ തടഞ്ഞ് എഴുതി വെച്ച രേഖ ഈ പകൽ ഞാൻ കരിച്ചു കളയുക. ശുശ്രൂഷയുള്ള കർത്തൃദാസന്മാരെ, കർത്താവിൻ്റെ ദാസിമാരെ, പല പദ്ധതികൾ പറിച്ചെറിയാൻ ജീവനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ ശത്രു ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ എന്നോട് ഭർത്താവ് പറഞ്ഞു പോയി, ഇന്നലെ രാത്രിയോട് പറഞ്ഞു പോയി, ജനത്തോട് പറയണം, ഈ സമയത്ത് നീ കരഞ്ഞ വിഷയത്തിന് ഈ സമയത്ത്
ഞാൻ മറുപടി അയച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമനരകലഘടക ശബ്ദരാതിരാധന. ഹല്ലേലൂയ. ഞാൻ മറുപടി അയച്ചിരിക്കും. നിന്നെ ആര് ഒതുക്കുമെന്ന് പറഞ്ഞോ? ആര് പരാജയപ്പെടുന്നു പറഞ്ഞോ? ഇതൊന്ന് തിരിച്ചു പോകാൻ പോയ ഇന്ന് പകൽ ദൈവാത്മാ ദൂത് പറയുന്നു, ഈ ഉപവാസപ്രാർത്ഥന 9ാമത് പകലിൽ നിനക്ക് വിരോധമായി വെളിപ്പെട്ട് ഏത് വീട്ടിൽ നിന്ന് വെളിപ്പെട്ടോ അത് ആ വീട്ടിലേക്ക് ദൈവം തിരിച്ചയക്കുക. ശമനഘടകരഘടക സന്തല പൗഡമനഗക്ഷസിയ അത്യുനാതിരാജന പ്രൗഢി വിരിവിരി മനഘടകസിയ അന്തലഘടക സൈതകരാജ ശംദൽ കമന. ആമേൻ. ഏത് വീട്ടിൽ നിന്നാ അതേ വീട്ടിലേക്ക് ദൈവം അത് തിരിച്ചയക്കുക. ഹല്ലേലൂയ. ഒരു സ്തോത്രം കർത്താവിന് മഹത്വം കൊടുക്കണമേ. ഇത് പ്രതികാരമല്ല, ഇത് പ്രതികാരമല്ല. പക്ഷെ ഇപ്പോൾ ശൂഷൻ രാജധാനിയിൽ, ഇപ്പോൾ അഗസ്വരസ് രാജാവിന്റെ മുൻപിൽ, ഇപ്പോൾ ഹാമാന്റെ മുൻപിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവം ആരാ? ദൈവത്തെ സേവിക്കുന്നവൻ ആരാ? ദൈവത്തെ ആരാധിക്കുന്നവൻ ആരാ? മാമേ, പ്രതികാരവും വൈരാഗ്യമൊന്നും അല്ല കേട്ടോ. ദൈവം പ്രതികാരത്തിന് ദൈവമൊന്നുമല്ല. പ്രശ്നങ്ങൾ ഇത് പ്രതികാരവും വൈരാഗ്യമൊന്നും അല്ല. പക്ഷെ ദൈവം ആരാന്ന് വെളിപ്പെടുത്തണ്ടേ? അതിപ്പോൾ വെളിപ്പെടുത്തുന്നേ. അപ്പൊ ദൈവത്തിന്റെ ഇടപെടൽ വ്യത്യസ്തമായ നിലയിലാണ്. അത് ദൈവത്തിന്റെ സമയം. ഭാവ ഏത് ഭാഗത്ത് വരണം? ഞാൻ വേഗത്തിൽ അടുത്ത ഭാഗത്തേക്ക് ഒന്ന് ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. 75-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ ദൈവമക്കൾ വായിക്കുമ്പോൾ അവിടെ ഭക്തന്മാർ ഓർപ്പിച്ചിരിക്കുന്നത്, സമയം വരുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും. 75-2 ഒറ്റ വാക്യം. പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെ പറഞ്ഞ സമയം വരും. അമ്മ വിശ്വസിക്കാമോ? അച്ഛാ വിശ്വസിക്കാമോ? സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം ആരാ? അവൻ സമയത്ത് പ്രവർത്തിക്കുന്നവനാ. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്ന പോലെയല്ല, അവൻ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ സമാപന ഭാഗം പറഞ്ഞു, എൻ്റെ നാഴിക സമയം ഇതുവരെ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾക്കറിയാം, 2-ാം അധ്യായം 4-ലുള്ള വേദഭാഗങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ നാഴിക വരും. സമയത്ത് ഞാൻ പ്രവർത്തിക്കും. വീട്ടിനകത്ത് നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിയത്തക്ക വിധത്തിൽ ഒരു സംഭവം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആ സംഭവം ഇത്രയേ ഉള്ളൂ. ആ വീട്ടിനകത്ത് ഒരു പോരായ്മ വന്നു. ഇന്ന് പകൽ വിശ്വസിക്കണേ, പോരായ്മകളെ ഇന്ന് പകൽ കർത്താവ് പരിഹരിക്കും. ഈ സമയത്ത് മറുപടിയാ. വിശ്വസിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ സമയത്ത് മറുപടിയാ, ഈ സമയത്ത് വിടുതല. തിരുവട്ടം അങ്ങനെ വിളിച്ചു പറയുന്നത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. വെളിയിൽ 6 കൽപ്പാത്രങ്ങൾ കിടപ്പുണ്ട്. ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കണം. സമയം വരിക. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളൊക്കെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനാണ്. പക്ഷേ കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിച്ചിരിക്കും. ആമേൻ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നുണ്ട് 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, എല്ലാ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 3-ന്റെ 1-ൽ പറഞ്ഞു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. വിതയ്ക്കാനും കൊയ്യാനും കരയാനും ഒക്കെ ഒരു സമയമുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് പകൽ കൊയ്ത്തിന്റെ സമയമാണ്. ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റാൻ പോവുക. എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റിയാൽ, യഹൂദേ ആരാധിക്കുന്നവനെ, നിനക്കൊരു കൊയ്ത്തുണ്ട്, നിന്റെ കുടുംബത്തൊരു കൊയ്ത്തുണ്ട്. പക്ഷെ കൊയ്യത്തില്ലെന്നല്ലേ പറഞ്ഞത്. കൊയ്ത്ത് കാലത്ത് തീരം കര കവിഞ്ഞൊഴുകയാണ്. എല്ലാം മുക്കിക്കളയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽ ദൈവം വിളിച്ചു പറയുന്നു, നിലനിൽക്കുന്ന ചില അനുഗ്രഹങ്ങൾ കർത്താവിന് ഇന്ന് പകൽ തരാൻ പദ്ധതിയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ. അത് ആത്മീയ നന്മകൾ, ഭൗതിക ഉയർച്ചകൾ. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. അവരത് വെള്ളം കോരി നിറച്ചു. ഒറ്റ സെക്കൻഡ് ഉണ്ട്. ഇനിയും കോരി വിരുന്ന് വഴിക്ക് കൊടുക്കുക. ആമേൻ. അകത്ത് നടന്ന സംഭവത്തിന് പ്രൈസ് ദി ലോർഡ് ആമേൻ കർത്താവ് പരസ്യമായി മറുപടി കൊടുക്കുക. രക്തം ചെയ്യും. രഹസ്യ പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം തരുന്ന പരസ്യമായ മറുപടിയാ.
ആമേൻ. അകത്തെ വിഷയം എല്ലാരും അറിയുന്നതിന് മുൻപേ പരസ്യമായ മറുപടി വെളിപ്പെടുക. ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത് പകലിൽ നീ കരഞ്ഞ വിഷയത്തിന് പരസ്യമായ മറുപടി. അപ്പൊ അതെന്താ വസ്തു? അങ്ങനെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞു. പക്ഷെ വിവാഹം നടക്കുമ്പോൾ പരസ്യമായിട്ടാ, 10 പേര് കാണത്തക്ക വിധത്തില രക്തം ചെയ്യും. അവർക്കൊരു കുഞ്ഞിനെ കിട്ടുമ്പോൾ അതിനെ ആ അമ്മ തോളലിട്ടുകൊണ്ട് വരുമ്പോൾ അത് പരസ്യമായിട്ടാ. ഒരു സ്തോത്രം പറയാമോ? ഇന്ന് പകൽ ആത്മാവ് ദൈവത്തെ തുളിച്ച് വിളിച്ചു പറയുന്നേ, ഈ പകൽ കർത്താവ് ഓർപ്പിക്കുന്നു, ഈ സമയത്ത് നീ വിഷമിച്ച വിഷയത്തിന് ഞാൻ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ കൈ വെളിപ്പെടുക. എവിടെ തടയപ്പെട്ടോ അതിൻ്റെ മേൽ യേശുവിൻ്റെ കൈ വെളിപ്പെടുകയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള 1-2 വേദഭാഗങ്ങളുടെ ഓടിച്ചു പറഞ്ഞു പോകുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. സമയത്തെക്കുറിച്ചാണ്. സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ നിങ്ങൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ നിങ്ങൾ താണിരിപ്പീൻ. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ പേരാണ് തക്ക സമയം. തക്ക സമയത്ത് ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ പദ്ധതിയുണ്ട്. അപ്പോസ്തലനായ പത്രോസ് ആസിയയിലും ഗലാത്യയിലും കപ്പദോക്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ വചനം കൊടുത്തയക്കുക. ആ വചനത്തിനകത്തെ ആഴമായ സത്യങ്ങളിൽ ഒന്ന്, നിങ്ങൾക്ക് അഗ്നിശോധന വരും, നിങ്ങൾക്ക് കഷ്ടത വരും. നിങ്ങളെ വിളിച്ച വിളി നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മറക്കരുത്. നിങ്ങളുടെ വിളി, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉറപ്പാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഇങ്ങോട്ട് പറയാണ്, ഞാൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. അതെന്നെ അങ്ങനെ പറയാനുള്ള കാര്യം തക്ക സമയം. ഇനി ബൈബിൾ ഒന്ന് പഠിച്ചു നോക്കിയേ. ദൈവത്തിന്റെ കാര്യപരിപാടികളെല്ലാം തക്ക സമയത്താ. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതിന് മുൻപേ ദൈവത്തിന് ഇവിടെ അയക്കത്തില്ലായിരുന്നോ? അയക്കാമായിരുന്നു. പക്ഷേ കാരാഗ്രഹത്തിന്റെ അടിയിളക്കണമെങ്കിൽ പൗലോസ് കാരാഗ്രഹത്തിൽ വന്നേ മതിയാത്തുള്ളൂ. ഇന്ന് പകൽ ദൂത് കേട്ടോ, നിന്റെ കുടുംബത്തിന് വിരോധമായി വെളിപ്പെട്ടു വന്നതിലെ ശക്തിയുടെ അടിയിളക്കി കളയാൻ യേശു വന്നിട്ടുണ്ട്. അത് പുതിയ നിയമമാ. അത് പഴയ നിയമം അല്ലെന്നേ, അത് പുതിയ നിയമമാ. പുതിയ നിയമത്തിനകത്ത് പറയുക, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ തക്ക സമയത്ത് കർത്താവിന്റെ പ്രവൃത്തി കാരാഗ്രഹത്തിന്റെ അടിയിളക്കി. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിന് പുറത്തു കൊണ്ടിരുന്നു. ഒരു സ്തോത്രം പറയാമോ? എന്നാൽ പത്രോസ് കാരാഗ്രഹത്തിലായപ്പോൾ അടിയിളക്കിയില്ല. ആമേൻ. തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നറിയാമോ? ആമേൻ. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതനെ അങ്ങോട്ട് ഇറക്കി. സ്തോത്രം. നിന്റെ കെട്ട് മുഴുവൻ അഴിച്ചു. ഒരു സ്തോത്രം പറയണം. ഓ സുഡമന ഹദര പ്രബല ഘടകസ്യ ഹംദരാജാന ഘടക സൈരിവിരിവന ഘടകസ്യ അത്തുനാതിരാജന പ്രൗഢമാനം. അവൻ എത്ര കടുങ്കെട്ടാണെങ്കിലും ആ സകല കെട്ടുകളും ആരാധനയിൽ അഴിയപ്പെടുക, പ്രാർത്ഥനയിൽ അഴിയപ്പെടുക. ഇതാ നോക്കൂ, പത്രോസിന് വേണ്ടി ദൂതനെ ഇറക്കി. ബന്ധനങ്ങളെല്ലാം അഴിച്ചു. കാരാഗ്രഹത്തിന്റെ വാതിൽ അക്കമിട്ട് പറയുക, 1, 2, 3 അക്കമിട്ട് പറയുക. അക്കമിട്ട് അടച്ചത് ഇന്ന് ദൂതനെ ഇറക്കി അക്കമിട്ട് ദൈവം തുറപ്പിക്കുക. ഓ, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണല്ലോ. 1, 2, 3 എന്ന് അക്കമിട്ട് കെട്ടിയതാ. സ്വർഗം വിളിച്ചു പറയാണ്, ഞാൻ ഇന്ന് വരെ ഇടപെടുക, ഈ സമയത്ത് ഇടപെടുക. എന്താ കാര്യം? എനിക്ക് എന്റെ ജനത്തെ പുറത്തു വരണം. നീ എത്ര കരുത്തനാണെങ്കിലും, കയ്യൊക്കുള്ളവനാണെങ്കിലും, ആരോഗ്യമുള്ളവനാണെങ്കിലും, ഹല്ലേലൂയ, ഒരുവനെ വാൾ കൊണ്ട് കൊന്നു, രക്തം ഒഴുക്കിയതാ കേട്ടോ. പക്ഷെ സ്വർഗം വിളിച്ചു പറയുന്നു, അവൻ ഒരുവനെ കൊന്നതോർത്ത് ഇനി അടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒന്നിനെ തൊട്ടു, ഞങ്ങൾ സമ്മതിച്ചു, ഒന്നിനെ തൊട്ടെന്നേ. പക്ഷെ അടുത്തതിനെ തൊടാൻ ഇന്ന് പകൽ എന്റെ അനുവദിക്കത്തില്ല. ഈ സമയത്ത് നിനക്ക് വേണ്ടിയുള്ള ഇടപെടലിന്റെ പകലായത്. ഓ അന്തരാധിരാജന അത്തമന ഘടക ശൈലമാന അത്തുരച്ചന വൈടക പ്രമനകക്ഷസ്യ. സ്തുതിച്ചു തുടങ്ങിക്കോ. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 5-ാം അധ്യായം
16 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഈ കാലത്തിന്റെ പേരെന്താ? ഈ കാലം ദുഷ്കാലമാകയാൽ സമയം എന്ത് ചെയ്യണം? തക്കത്തിന് ഉപയോഗിക്കണം. തക്ക സമയത്ത് സമയം തക്കത്തിന് ഉപയോഗിക്കണം. എന്തോ ചെയ്യണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവായനും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനും വേണ്ടി നിങ്ങൾ സ്തോത്രം ചെയ്യണം. അകത്ത് ദൈവത്തെ ആരാധിച്ചോണം, അകത്ത് ദൈവത്തെ സ്തുതിച്ചോണം. തക്ക സമയത്ത് ഞാൻ നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നേ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചന പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരാനുള്ള സമയം അനുസരിക്കുന്നു. മീവൽ പക്ഷിക്കും കൊക്കിനും മടങ്ങി വരാനുള്ള സമയം അനുസരിക്കാൻ പറ്റുമെങ്കിൽ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കട്ടെ. എല്ലാ കണ്ണുകളും അടിയട്ടെ, എല്ലാ ഹൃദയവും ഏകാഗ്രമാകട്ടെ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊന്ന് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് എന്നോട് ചെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ, നിങ്ങളെ അലട്ടുന്ന രോഗം എത്ര കഠിനമാണെങ്കിലും ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് ഇങ്ങനെ പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകണമെന്ന് ദൈവത്തെ സ്തുതിക്കണം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് പകൽ കർത്താവിനെ അനുഗ്രഹിച്ചുകൊടുത്തതിനായി സ്തോത്രം. കർത്താവെ, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. എസ്തറിന് വേണ്ടി, മൊർദെഖായിക്ക് വേണ്ടി സമയത്ത് പ്രവർത്തിച്ച കർത്താവേ, കൊക്കും മീവൽ പക്ഷിയൊക്കെ അതിൻ്റെ സമയം അറിയുന്നല്ലോ. ഇന്ന് പകൽ സമയം അറിഞ്ഞ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്ന വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലമുറയ്ക്ക് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ. ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 2025 ഇവരുടെ അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ. ആത്മീയ ഭൗതിക നന്മകൾ കർത്താവ് നൽകണമേ. തലമുറയ്ക്ക് വേണ്ടി പുതുവഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.